ഡൽഹി ഈ ചിത്രങ്ങൾ കിട്ടിയിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. അന്നേരം പൊതുരംഗത്ത് നിൽക്കുന്നവരെ മന്ത്രിമാരെയൊക്കെ പലരും വന്ന് കാണും. ആ കാണുന്നവരുടെ ജാതകം നോക്കിയല്ല മന്ത്രിമാരെ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ പ്രസക്തിയുണ്ട്, അത് പുറത്തു വിടുന്നതിൽ പ്രസക്തിയുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വെറും സൈബർ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന മോഷണം, അതിനു മുമ്പൊരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയെ കണ്ടതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ ചിത്രത്തിനും പ്രസക്തിയുണ്ട് എന്ന് തോന്നി. കാരണം മറ്റൊന്നുമല്ല, വകുപ്പ് മന്ത്രി മോഷണം നടന്ന കാലയളവിൽ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആ കാലയളവിൽ ഒരു വിമാനത്താവളത്തിൻ്റെ പുറത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റ് 2 പേര്, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 4 പേരുമായി ഒരു വട്ടമേശയുടെ ചുറ്റിനും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് സോണിയാഗാന്ധിയെ പോയി കണ്ടത് ദുരൂഹമായി തോന്നുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മോഷണം നടന്ന കാലയളവിൽ ഈ 1-ാം പ്രതിയും മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഞാനിപ്പോഴും പറഞ്ഞു, എവിടോ ഒരു യാത്ര പോയതാണല്ലോ, ഒന്നുകിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ വെച്ച് കൂടിക്കാഴ്ച ഉണ്ടാകുന്നു, അതോ കൊച്ചിയിൽ നിന്നാണോ എന്നെനിക്കറിയില്ല. ബാംഗ്ലൂർ വിമാനത്താവളത്തിലാണെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എങ്ങനെ എത്തി? സാധാരണ മന്ത്രി പോയാലും പോലീസ് ഉദ്യോഗസ്ഥന് പോകാറില്ല. അതൊരു ACP റാങ്കാണെന്ന് തോന്നുന്നു കണ്ടിടത്തോളം. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു മന്ത്രിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രിയോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അന്നേരം വളരെ അടുത്ത ഒരു ഉദ്യോഗസ്ഥനും 1-ാം പ്രതിയും എല്ലാവരും കൂടെ ഒത്തുകൂടിയത് എന്തിനാണ് എന്നുള്ള സംശയമാണ് എനിക്കുണ്ടായത്. ഇതിന് വ്യക്തത വരുത്തേണ്ടത് ശ്രീ കടകംപള്ളിയും ഗവൺമെൻറ്റുമാണ്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, പൊതുപ്രവർത്തകരെ ആരെങ്കിലും വന്ന് കാണുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതാണെങ്കിൽ സോണിയാഗാന്ധിയെ കണ്ടത് തെറ്റല്ല. സോണിയാഗാന്ധിയെ പോലത്തെ ആളുടെ പോയി അപ്പോയിൻമെന്റ് എടുത്ത് കാണുന്നവരുടെ സ്വഭാവം പറഞ്ഞുകൊണ്ട് അല്ലല്ലോ അവർ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത്. അതും തെറ്റല്ല.